ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങളെ നാട്ടിലെ മലപ്പുറം ഭാഷ ഏട്ടപ്പൊന്ന് വിശദീകരിച്ച് തരും. ആദ്യം നിങ്ങൾ ശരിക്കും നിങ്ങളെ ഭാഷയിൽ പറയും. ശരിക്കും ഞങ്ങളെ ഭാഷ മലപ്പുറം ഭാഷയാണ്, പക്ഷെ ഒന്ന് കറക്റ്റായിട്ട് പറയണം. നമ്മളിപ്പോ നല്ല രീതിയിൽ ഇങ്ങനെയൊക്കെ പറയുന്നുള്ളൂ. പക്ഷെ ഞങ്ങളെ യാഥാർത്ഥ്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോ അവിടെ പോയിട്ട് എത്തപ്പത് കാട്ടത് പിന്നെ നമ്മളെ കൊണ്ട് കഴിയണമാരല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നിപ്പോ ഉണ്ടം കിടക്കണം, ഇല്ലെങ്കിൽ നാളെ എടുക്കാം. അങ്ങനെയൊക്കെ തന്നെ ഒരു പ്രത്യേക രീതിയിൽ നമ്മളിങ്ങനെ പറയും. പിന്നെ പണി ഉണ്ടാവിച്ചുണ്ട്, ഈയ വെച്ച അയ്യ. പിന്നെ നമ്മളെ വണ്ടിപ്പണിയല്ല ഇപ്പോൾ നമ്മളെ പണി. വൈകുന്നേരം വരെ വണ്ടി ഓടിച്ചുക, അത് കഴിഞ്ഞ് പെരയിൽ വരിക, കുടിയിലെത്തേലും വരിക, എന്തെങ്കിലും തിന്നുക, കുടിച്ചുക, കിടന്നുറങ്ങുക. ഇതാണ് ഇപ്പോൾ നമ്മളെ പെരയത്തെ അവസ്ഥ. പിന്നെ ഇപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും തിന്നാൻ കൊണ്ടു കൊടുക്കുക, പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും പീടിയിൽ നിന്ന് വരുമ്പോൾ തിന്നാൻ കൊണ്ടു കൊടുക്കുക. വരുന്ന വഴിക്ക് വരുന്ന വഴിക്ക് ചങ്ങായിമാരൊക്കെ കണ്ടാൽ എന്തെങ്കിലും വർത്താനം പറഞ്ഞിരിക്കും, കുറച്ച് നേരം 10 മിനിറ്റ് ഇരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പെരയിൽ നിന്ന് കണ്ട് വരും. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് കിടന്നിറങ്ങുമ്പോൾ നേരെ രാത്രി 3 തീയതിയായിട്ടുണ്ടാവും. പിന്നെ രാവിലെ നീച്ചിങ്ങാണ്ട് ഒരു 6 സുബഹിയാൻ കൊടുക്കുമ്പോഴേക്കും 6-5 മണിയാകുമ്പോഴേക്കും നമ്മൾ ക്രസറിലെത്തണം. രാവിലെ പോയിട്ട് എംസാൻ്റെ മേറ്റിലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ നട്ടപ്പാരൊക്കെ നീച്ചാണ്ട് അവിടെ പോയി ക്രസറിൽ പോയിട്ട് ഓരോ ലോഡ് എടുത്ത് വരുമ്പോഴേക്കിനും നേരം പാതിരാവുകയെ. അത് കഴിഞ്ഞിട്ട് കല്ലിന് പോകണമെന്ന് വിചാരിച്ചുമ്പോഴേക്കും കോറിയിൽ വെച്ചുമ്പോൾ കോറിയിൽ പണി ഉണ്ടാവില്ല, ലോഡിങ്ങേരും ഉണ്ടാവില്ല, അത് കയറ്റാനും ഇറക്കാനും ഒരു കോലും ഉണ്ടാവില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ നേരെ എംസാൻ്റെ ലോഡ് ഇട്ടുകൊണ്ട് നേരെ പരിക്കേണ്ടി വരും. ഇതാണിപ്പോൾ നമ്മളെ അവസ്ഥ. സത്യം പറഞ്ഞാൽ മോശമാണ്, പണി കുറവാണ്. പണി എന്താ വെച്ചാൽ ഉള്ള ഭായിമാർ മുഴുവൻ ഇലക്ഷനായതുകൊണ്ട് അവരവരുടെ നാട്ടിൽ പോയതുകൊണ്ട് പാകം പിടുത്തം പെട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. കാരണം എപ്പോഴും ഉണ്ടാകണ മാതിരില്ലേ, എന്നും ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അതാണ് ഇപ്പോൾ നമ്മളെ സ്ഥിതി. മഴ പെയ്താലാണെങ്കിൽ ഉള്ള കളക്ടർ നിരോധനമൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള കോറി മുഴുവൻ നിർത്തിച്ചാളും മഴ പെയ്താൽ. മഴ പെയ്തിട്ടില്ലെങ്കിലോ ഉള്ള പണി ഉണ്ടാവുകയൊന്നും. പണി ഇല്ലെങ്കിലോ പിന്നെ കാലാകാലം ഒരു നിർത്തലാണ്ട് തുടങ്ങിക്കഴിഞ്ഞ് ഖനന നിരോധനമാണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 1.5 മാസം പെരയിൽ തന്നെയാണ് ഇരിക്കൽ. നമ്മൾ കൊറോണയിൽ പെരയിലിരുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഒന്നാമത്. 1.5 മാസം പെരയിലാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഒക്കെ ശരിയാവും വിചാരിച്ചല്ല അപ്പോഴത്തെ കാട്ടുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആക്ച്വലി അങ്ങനെ എപ്പോഴും ആരും പറയില്ല കേട്ടാ. നമ്മളിങ്ങനെ അങ്ങനല്ല. ഇപ്പൊ എന്താ പറയുക, ഞങ്ങളെ സംസാരത്തിൽ നിങ്ങൾക്ക് അറിയുണ്ടാവും ഇജ്ജ്, ഗജ്ജ്, നെജ്ജ്, പജ്ജ് അങ്ങനെയുള്ളൊരു ഭാഷയാണ് എല്ലാവരും ലെവലിലും വരും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരത്തിലൊക്കെ എപ്പോഴും പറയുന്നില്ല കേട്ടാ. അങ്ങനെ കൂടുതലായിട്ട് കുറച്ച് കൂടുതലാ തോന്നുന്നുണ്ട്. ഇജ്ജ്, പജ്ജ്, നെജ്ജൊക്കെ കൂടുതലാ തോന്നുന്നുണ്ട്. അപ്പൊ ചില ഏരിയയില് ചില ഏരിയയിൽ ഒന്നും കൂടിയൊക്കെ ഒരു പുറത്തൊക്കെ പോയി പഠിച്ചു വന്നവരൊക്കെ ഒന്നും കൂടി ബെറ്റർ. ഇപ്പൊ പഴയ മരുന്ന് ഇപ്പൊ കുറെയൊക്കെ മാറ്റം വരുന്നുണ്ട്. കാരണം എല്ലാവരും ഓരോ ദിവസം തോറും സംസാരത്തിൽ മെച്ചുവേർഡായി വരുന്നുണ്ട്. കാരണം ഇത് ഈ ഒരു സംസാരം നമ്മൾ പണ്ട് തിരുവനന്തപുരത്ത് കുറച്ച് നേരം ഇരുന്ന് നമ്മളൊരു 10 ഭാഷ സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇതിപ്പോൾ ഞങ്ങൾ പക്ക മലപ്പുറത്ത് നിന്നല്ലേ ചോദിച്ചു. അപ്പോൾ അതേമാതിരത്തെ ഒരു ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഒന്നുകൂടെയൊക്കെ നല്ല മെച്ചുവേർഡ് ആയിരിക്കണം. അത് മലപ്പുറം ഭാഷ തന്നെയാണ്. അത് എന്ത് തന്നെ പറഞ്ഞാലും ആരെന്ത് പറഞ്ഞാലും അത് വേറെ തന്നെ കേട്ടോ. അത് എവിടെയും കൊണ്ടുവെക്കാൻ പറ്റില്ല. അത് നമ്മളതാണ്, അത് നമ്മളെ പേഴ്സണൽ മുതലാണ്. അത് നമ്മളാർക്കും കൊടുക്കൂല. മറ്റുള്ള ജില്ലക്കാരുടെ ഭാഷയൊക്കെ നമുക്ക് അറിയാം. നമ്മൾ ഓരോ സ്ഥലത്തും പോകുമ്പോൾ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുമ്പോൾ കൂട്ടുകാര് ഒരുപാട് സ്ഥലത്തുണ്ട്. മറ്റുള്ള ജില്ലയിൽ പോകുമ്പോൾ അവരുടെ ഭാഷ നല്ല പ്യുവറായിട്ട് സംസാരിക്കും. പക്ഷെ അവർക്ക് നമ്മളെ ഭാഷ വേറെ ലെവലാണ്. അങ്ങനെയൊക്കെ തന്നെ ഒരു ഇത് അറിയാം. അപ്പൊ ഞങ്ങളെ ഭാഷ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ബൈ. അപ്പൊ ഓരോ വീഡിയോയിലും കാണാം. ഓക്കെ, ശരി.